ഹായ് ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈകോയുടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഓഫർ വീഡിയോയാണ്. 25% ഓഫറിൽ ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്നും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒറിജിനൽ പ്രൈസ് ആയിരിക്കും വീഡിയോയിൽ സ്ക്രീനിൽ ഉണ്ടാവുക. നിങ്ങൾ അതിന്റെ 24% ആണ് എമൗണ്ട് പേ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം സാരീസിന്റെ വീഡിയോ ഇട്ടായിരുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയി. വളരെ നല്ല റെസ്പോണ്ട് ആയിരുന്നു. നമ്മൾ ഇന്ന് 25% ഓഫറിൽ ചുരിദാർ മെറ്റീരിയൽസ് ആണ് കാണാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടെ നമുക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ ഷോപ്പിൽ നമുക്ക് ഇനി ക്രിസ്മസ് വരെ സൺഡേ ഓപ്പൺ ആണ്. വരുന്നവർക്കെല്ലാം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വേഗം ഇന്നത്തെ കളക്ഷൻസ് കാണാം. നമ്മുടെ ഓഫർ വീഡിയോയിൽ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡ് കളറിലാണ്. വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള നെക്ക് ലൈനിൽ ഇതുപോലെ നല്ല രസമായിട്ട് ഇതിങ്ങനെ ഒതുങ്ങി തീരെ ഇങ്ങനെ ഇടുങ്ങി പോകുന്ന നെക്കല്ല, അത്യാവശ്യം വൈഡ് ആയിട്ട് ചെയ്തേക്കുന്ന നെക്കാണ്. ഒരു പിങ്കിന്റെ, ഒരു ഗ്രീൻ, ഒരു മെറൂൺ ഷെയ്ഡ് എല്ലാം കൂടെ വന്നിട്ട് മൾട്ടി കളർ കോമ്പിനേഷനിൽ സ്വീക്കൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് നെക്ക് ലൈനിൽ മാത്രം വരുന്ന ഒരു വർക്കാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണ് കേട്ടോ. റെഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ണിൽ കുത്തി കയറുന്ന ആ ഒരു റെഡ് അല്ല, നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡ്. പിന്നെ അത് മാത്രമല്ല ഇപ്പം നമുക്ക് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ആ ഒരു ബേസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളർ ഷെയ്ഡും കൂടിയാണ് കേട്ടോ. വിചിത്ര മെറ്റീരിയൽ നിങ്ങൾക്ക് ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാം, വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലുമാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ടോപ്പിൽ നിന്ന് ഒരു 46-47 ലെങ്ത് വരുന്നുണ്ട്. എല്ലാം തന്നെ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്. എല്ലാം ഞാൻ പറയാൻ പറ്റത്തില്ലല്ലോ, ഇതിന്റെ ആ ഒരു ലെങ്ത് വരുന്നുണ്ട്. ഷോള് വരുന്നതും ഇതുപോലെ വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ. നല്ല ഹെവി ആയിട്ട് തന്നെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. യോക്കിൽ വരുന്ന ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെയാണ് ഷോളിലേക്കും വരുന്നത്. സ്കാലപ്പ് ചെയ്ത് രണ്ട് സൈഡും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വിത്ത് സിൽക്കൻസ് വർക്കോട് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഷോള് വരുന്നത്. ബോട്ടം വരുന്നത് ആ റെഡ് ഷെയ്ഡിൽ തന്നെ സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1005 ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു പോകുന്നത് ഒറിജിനൽ പ്രൈസ് ആണ്. സ്ക്രീനിൽ കാണുന്നതും ഒറിജിനൽ പ്രൈസ് ആയിരിക്കും. ഇപ്പം എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ പറയാൻ വിട്ടു പോയാൽ തന്നെ സ്ക്രീനിൽ ഉണ്ടാവും. എല്ലാത്തിൻ്റെയും പ്രൈസ് സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ 25% കഴിഞ്ഞുള്ള എമൗണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐറ്റം നോക്കാം. നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന യോഗിൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ ഒരു നല്ല ഹെവി ആയിട്ട് തന്നെ ഒരു പോയിന്റഡ് എംബ്രോയിഡറി ചെയ്തിട്ട് നല്ല രസമായിട്ട് ചെയ്തേക്കുന്ന ഒരു യോക്കാണ് വരുന്നത് കേട്ടോ. ബോർഡർ ഫിനിഷ് നല്ലൊരു സ്വീക്കൻസ് വർക്കോട് കൂടിയിട്ടാണ് ആ ഒരു ബോർഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡിൽ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം വരുന്നതും സെയിം ടോണിലേക്ക് തന്നെ സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നമുക്ക് വേഗം കണ്ടുപോകാം. ഇതെല്ലാം നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുമ്പും കണ്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോയിലൊക്കെ 1-2 കളേഴ്സൊക്കെ ബാക്കി വരുന്നതാണ് നമ്മളിപ്പോൾ ഓഫറായിട്ട് കാണിക്കുന്നത്. ഇതുപോലെ സ്റ്റോളിൽ രണ്ട് സൈഡ് ഒരു ഓഫ് വൈറ്റ് അല്ല കേട്ടോ, ഒരു മൾട്ടി കളർ കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലേക്കാണ് അതിന്റെ സ്കാലപ്പ് പോയിരിക്കുന്നത്. ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടും ഫ്ലവേഴ്സ് വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 990 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്കാണ്. ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഒട്ടും ഡാർക്ക് അല്ലാത്ത ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെ ത്രെഡിന്റെ തന്നെ എംബ്രോയിഡറി വർക്ക് സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് മെറൂൺ ഷെയ്ഡിലേക്ക് തന്നെ സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെ ഡെയിലി വെയറായിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടതെല്ലാം നമുക്ക് ഡെയിലി വെയറായിട്ട് റെഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. നല്ല ഭംഗിയായിട്ടൊരു ഷോളിൽ ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. പിങ്ക് ആൻഡ് പീച്ച് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ടും ബോഡിയിലേക്ക് ഇതുപോലെ വരുന്നുണ്ട്. 660 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ. ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിലേക്കാണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട സെറ്റിന്റെ പ്രൈസ് പറഞ്ഞ് ഞാൻ തെറ്റിപ്പോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇനി പ്രൈസ് പറയുന്നില്ല, കാരണം എല്ലാത്തിൻ്റെയും പ്രൈസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്കത് ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്താണെങ്കിലും അതിൻ്റെ ഒറിജിനൽ പ്രൈസ് സ്ക്രീനിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി പ്രൈസ് പറയുന്നില്ല കേട്ടോ. നല്ലൊരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതാണ് യോക്കിലെ വർക്ക് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്കൊരു പാർട്ടി വെയറായിട്ടെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. സെയിം ടോണിലേക്ക് തന്നെ ബോട്ടം വരുന്നു. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു വർക്കിന്റെ എംബ്രോയിഡറി വർക്കും സ്വീക്കൻസ് വർക്കും ഷോളിലേക്ക് മാഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും സ്കാലപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. അതിനകത്ത് ഒരു റോസ് ഗോൾഡ് ജെറിയുടെ ഒരു കോമ്പിനേഷനിലാണ്. ആ ഒരു റോസ് ഗോൾഡ് ജെറിയിലാണ് അതിന്റെ ആ ഒരു വർക്ക് വന്നേക്കുന്നത്. ഹെവി ആയിട്ട് തന്നെ സ്വീക്കൻസ് വർക്ക് മാഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. ഇങ്ങനെ നല്ലൊരു പാർട്ടി വെയറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് പേര് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞ ഓഫീസിലാണെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് ഇപ്പം തന്നെ ഡിസംബർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നമുക്ക് ഇവിടെ അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഒരു നിങ്ങളുടെ ഒരു ബജറ്റിൽ, നിങ്ങൾ പല ബജറ്റായിരിക്കും നിങ്ങൾ വെക്കുന്നത്. എന്നാലും ആ ഒരു ബജറ്റിലേക്ക് നമുക്ക് ഈ നല്ല സെറ്റുകളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയൊക്കെ ഒരു ഐഡിയാസ് ഉള്ളവർക്കൊക്കെ വേണമെങ്കിലും ഇവിടുന്ന് ഈ ഒരു സെറ്റുകളൊക്കെ
ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇതുപോലെ. അതിലും ഹെവി ആയിട്ട് തന്നെ ആ ഒരു ചെറിയുടെ ഒരു വീവിങ് പോകുന്നുണ്ട്. രണ്ട് സൈഡും ബോർഡേഴ്സ് വരുന്നുണ്ട്. ബോഡിയിലും ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ്. നല്ലൊരു സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത്. ഇതിനകത്ത് ഇതുപോലെ ഒരു പ്രിന്റുകളാണ് പോകുന്നത്. നല്ല രസമായിട്ടുള്ള പ്രിന്റ്. അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടൊരു ത്രെഡിന്റെ വീവിങ് പോയിട്ട് അതിനുള്ളിൽ സ്വീക്വൻസിന്റെ വർക്കും വരുന്നുണ്ട്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് നല്ല ഡിഫറെന്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് തന്നെയാണ്. ഓപ്പോസിറ്റ് സൈഡിലും ആ ഒരു സെയിം പ്രിന്റുകൾ വരുന്നുണ്ട്. സ്വീക്വൻസിന്റെ വർക്ക് വരുന്നില്ല. അങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഷോൾ വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ഷോളാണ്. ഇങ്ങനെ ഇതാണ് ഷോള് വരുന്നത്. എൻഡിൽ മാത്രം ഇതുപോലെ ടാസൽസ് ഒന്ന് സ്കാറ്റേഡ് ആയിട്ട് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബോട്ടം വരുന്നതും ഇതുപോലെയാണ് കേട്ടോ. ഒരു പേസ്റ്റ് ഷെയ്ഡിലേക്ക് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റഡ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ വേറൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലും ഇതിനകത്ത് അവൈലബിൾ ആണ്. നല്ല ഭംഗിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലുമാണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നൊരു കോട്ടൺ സെറ്റാണ് കേട്ടോ. നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. യോക്കിൽ ഇതുപോലെ ഒരു പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ട് ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതിനകത്ത് വരുന്നത്. ഔട്ട്ലൈനിൽ ഇതുപോലെ നല്ലൊരു ത്രെഡിന്റെ സെൽഫ് ആയിട്ടുള്ളത് തന്നെ ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും സ്വീക്വൻസിന്റെ വർക്കും കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെ സാൻറ്റൂൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഷോള് വരുന്നതും പ്രിന്റഡ് ആയിട്ട് തന്നെയാണ്. നല്ല രസമായിട്ട് നമുക്ക് ഡെയിലി വെയർ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇതിന്റെ ഒരു ബോഡി ഷെയ്ഡിലേക്ക് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലേക്ക് വരുന്നു. യോക്കിൽ ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് സൈഡ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെ സാൻറ്റൂൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ, ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല, നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. കോട്ടൺ തന്നെയാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ കോട്ടൺ ഷോള് കോട്ടൺ അല്ല, ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. എങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നതൊന്നും അല്ല കേട്ടോ. ഇതുപോലെ അതിന്റെ ഒരു യോക്കിൽ വരുന്ന ആ ഒരു കളർ ഷെയ്ഡിനോട് കോമ്പിനേറ്റ് ചെയ്തിട്ടാണ് ഷോള് വരുന്നത്. ഇങ്ങനെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് സെറ്റ് വരുന്നത് നല്ലൊരു ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്ലെൻഡഡ് കോട്ടൺ ആണ്. പ്യുവർ കോട്ടൺ അല്ല, ബ്ലെൻഡഡ് കോട്ടൺ ആയിട്ടാണ് വരുന്നത്. ഒരു ഗ്രീൻ ആൻഡ് ഒരു വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്നു. ഇതുപോലെ ഒരു കാന്ത ഡിസൈൻ സ്റ്റിച്ച് അല്ല കേട്ടോ. കാന്ത ഡിസൈൻ ഇതുപോലെ പോകുന്നുണ്ട്. സെയിം ടോണിലേക്ക് സെയിം പാറ്റേണിൽ തന്നെ ബാക്ക് സൈഡും വരുന്നത് ഇതുപോലെ. ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഷോള് വരുന്നത്. ബോട്ടം വരുന്നത് ഇതുപോലെ. ബോട്ടം ഒക്കെ നല്ലതാണ്. നമുക്ക് ഒരു പെൻസിൽ ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ആ ഒരു പാറ്റേൺ ആണ്. സിഗ്സാഗിന്റെ പാറ്റേൺ ആണ് വരുന്നത് ഇതുപോലെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്, ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്കാണ് വരുന്നത്. നല്ല രസമായിട്ടൊരു കളർ ഷെയ്ഡാണ്. ഇതുപോലെയാണ് ഒരു യോക്കില്ല ആ ഒരു ഭാഗത്തേക്ക് നല്ല വീതിയിൽ, ഇത്രയും വീതിയിൽ തന്നെ അത് ഫുള്ളായിട്ട് അതിനകത്ത് ആ ഒരു വർക്ക് വരുന്നുണ്ട്. ചെറിയൊരു സ്പ്രെഡ് ചെയ്തിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നു. അതിനുശേഷം ഇതുപോലെ ഒരു കട്ട് വർക്ക് പാറ്റേണും ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡിയിൽ ഫ്രണ്ട് പോർഷനിൽ മാത്രം താഴേക്ക് ഇതുപോലെ ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ്. ഈ ഒരു ഫ്ലവറിൽ വന്നിരിക്കുന്ന ആ ഒരു കളർ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ബോട്ടം പെയർ ചെയ്യുന്നത്. ഇതുപോലെ സാൻറ്റൂൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ ആ ഒരു ഷെയ്ഡിൽ തന്നെ ഇങ്ങനെ ആ ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്ന ഷോളാണ് വരുന്നത്. നല്ലപോലെ ഒതുങ്ങി കൊടുക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. അടുത്തത് നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ വേറൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത്. സെയിം പാറ്റേൺ തന്നെ വരുന്നത്. ഇവിടെ ഒരു കട്ട് വർക്കും വരുന്നുണ്ട്. ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ കൊടുക്കുന്നത് ബ്ലാക്കിലേക്കാണ്. അപ്പോൾ ബ്ലാക്ക് ആണ് ബോട്ടവും ഷോളും വരുന്നത് കേട്ടോ. അതാ ഇങ്ങനെ വരും. എല്ലാം നല്ല ഭംഗിയുടെ കളർ ഷെയ്ഡാണ് കേട്ടോ. ഷോള് വരുന്നത് ഇങ്ങനെ ഇതുപോലെ. ഇതാണ് ഷോള് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് ബോഡി വരുന്നത്. യോക്കിലേക്ക് വരുമ്പോൾ ഒരു ഗ്രേഷ് ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് യോക്കിൽ കൊടുക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ സെൽഫ് ആയിട്ടുള്ള ഒരു ത്രെഡിന്റെ വീവിങ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം കുഞ്ഞു 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 സ്വീക്വൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇങ്ങനെ വരും. ഓപ്പോസിറ്റ് സൈഡ് പ്ലെയിൻ ആയിട്ട് വരുന്നു. ആ ഒരു ചെറിയ പ്രിന്റുകൾ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് ഷോള് വരുന്നത്. പ്രിന്റഡ് ആയിട്ടുള്ള ഷോളാണ് വരുന്നത്. എൻഡിൽ ഇതുപോലെ നല്ല ഹെവി ആയിട്ട് ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ആ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത് ഇതുപോലെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലേക്കാണ്.
ഇതുപോലെ വരുന്നു. യോക്കിൽ ഇതുപോലെ നല്ല ഒരു മിഡിൽ പോർഷനിലേക്ക് വരുമ്പോൾ ഒരു കോപ്പറിന്റെ ജെറിയിൽ വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. ഒരു ബോർഡർ ആയിട്ട് ഇതുപോലെ ഒരു പിങ്കിന്റെയും റെഡിന്റെയും ഒരു ഓഫ് വൈറ്റ് കളറിന്റെയും കോമ്പിനേഷനിൽ നല്ല ഫിനിഷിംഗിൽ ഒരു ബോർഡർ കൊടുത്തത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. സെയിം ടോണിലേക്ക് തന്നെ ബോട്ടം വരുന്നുണ്ട്. ഇതുപോലെ ഷോൾ വരുന്നത് ഇതുപോലെ. ഷോളിന്റെ ആണെങ്കിലും ചെറിയ നല്ല വീതി കുറഞ്ഞ കുഞ്ഞൊരു ബോർഡർ ആണ് ഷോളിന് വരുന്നത്. ആ ഒരു യോക്കിൽ വരുന്ന സെയിം പാറ്റേൺ തന്നെയാണ് ഷോളിലേക്കും കൊടുത്തേക്കുന്നത്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും അതിനൊരു ഫുൾക്കാരി വർക്കും കൂടെ വരുന്നുണ്ട്. നല്ല ഹെവി ആയിട്ട് തന്നെ ഒരു ഫുൾക്കാരി വർക്കിന്റെ പാറ്റേൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡിൽ അത് വരുന്നില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. യോക്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സ്പോഞ്ച് ബോൾസ് മാത്രമാണ് ആഡ് ചെയ്തേക്കുന്നത്. ഷോൾ വരുന്നത് പ്രിന്റഡ് ആയിട്ടാണ്. കോട്ട തന്നെയാണ് ഫാബ്രിക്, നെറ്റ് കോട്ട ഫാബ്രിക് തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ഷോളാണ് വരുന്നത്. ഇതുപോലെ ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിലേക്ക് തന്നെ ഗ്രീൻ ഷെയ്ഡിലേക്ക് തന്നെ വരുന്നു. ഇങ്ങനെ നമുക്ക് അടുത്ത നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്കാണ്. ഇതുപോലെയാണ് വരുന്നത്. ഇതിനകത്ത് ഒരു സിൽവർ കളറിന്റെ ഒരു പ്രിന്റുകൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു പ്രിന്റുകളാണ് വരുന്നത്. ഇതുപോലെ വേറെ വലിയ വേറെ കളർ ഷെയ്ഡിൽ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. യോക്കിൽ ഇതുപോലെ സ്പോഞ്ച് ബോൾസ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്നത്. സെയിം ടോണിലേക്ക് തന്നെ ഇതുപോലെ ബോട്ടം വരുന്നു. സാൻറ്റൂണാണ് മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെ ഷോൾ വരുന്നതും ആ ഒരു ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. സെയിം പാറ്റേണും ഷോളിലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു സിൽവർ ഷെയ്ഡിലാണ് അതിൻ്റെ ആ ഒരു പാറ്റേൺ പോകുന്നത്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് മെറ്റീരിയൽ വരുന്നത്. വിചിത്ര സിൽക്കാണ് കേട്ടോ. നല്ലൊരു ചോക്ലേറ്റ് കളറിന്റെ ത്രെഡ് കൊണ്ടാണ് അതിനകത്ത് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നത്. ആ ഒരു ബോർഡർ ഫിനിഷിങ്ങിൽ ചെറിയ ചെറിയ സ്വീക്വൻസ് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടൊന്ന് ബോർഡർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. താഴേക്കും സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു എംബ്രോയിഡറി വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് തന്നെ വരുന്നു. ഇതുപോലെ ഷോള് വരുന്നതും ഇങ്ങനെ ബോഡിയിൽ വരുന്ന ആ ഒരു സെയിം പാറ്റേൺ തന്നെ ഷോളിലേക്കും കൊടുക്കുന്നത്. ഇതുപോലെ ഡെയിലി വെയർ ആയിട്ടില്ല, നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് തന്നെയാണ് കേട്ടോ. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. ഡാർക്ക് ആയിട്ടുള്ള കളറല്ല, വീനെക്ക് പാറ്റേൺ ആണ് വരുന്നത്. ഇതുപോലെ എങ്ങനെയാണ് വരുന്നത്. ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കുകളാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം ആയിട്ടും വരുന്നത്. നല്ല കട്ടിയുള്ള അത്യാവശ്യം നല്ല സെമി സിൽക്ക് ഫാബ്രിക് തന്നെയാണ് ബോട്ടം ആയിട്ട് കൊടുത്തേക്കുന്നത്. സെയിം ടോണിലേക്ക് ഷോൾ വരുന്നത് ഗഡ്വാൾ ഷോളാണ്. സെയിം ഇതുപോലെ തന്നെ സെൽഫ് ആയിട്ടുള്ള ഒരു ത്രെഡിന്റെ വീവിങ്ങും കുഞ്ഞു കുഞ്ഞു സ്വീക്വൻസും കൂടെ വന്നിട്ട് ഇതുപോലെ വരുന്നു. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് വരുന്നതും സെമി സിൽക്ക് തന്നെയാണ് ഫാബ്രിക് വരുന്നൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ നെക്കിൽ പാറ്റേൺ വരുന്നത്. ബോട്ടം വരുന്നതും സെയിം മെറ്റീരിയൽ തന്നെ സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ഷോൾ വരുന്നത് അത് നെറ്റാണ് ഷോളിന് വരുന്നത്. നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി, നല്ല ഹെവി ആയിട്ട് തന്നെ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ചെയ്ത് നെറ്റ് ഷോളാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്കാണ് വരുന്നത്. ഒരു പാറ്റേൺ നെക്കിലെ പാറ്റേൺ ഇതുപോലെ വരുന്നു കേട്ടോ. ത്രെഡിന്റെ തന്നെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ ഷോൾ വരുന്നതും സെയിം ടോണിലേക്ക് തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്ത ഷോളാണ് വരുന്നത്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുക്കുന്നുണ്ട്. ബോട്ടം വരുന്നത് സാൻറ്റൂണാണ്. സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ഇങ്ങനെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്കാണ് ഫാബ്രിക്. ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്ക് തന്നെ വരുന്നു. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് അതിന്റെ എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ പോകുന്നത്. സെൽഫായിട്ടും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്കും വരുന്നു. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അതിനകത്ത് ആ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നില്ല. അതിന്റെ അതിൽ സെയിം കളർ തന്നെയാണ്. സാൻറ്റൂണാണ് മെറ്റീരിയൽ. ബോട്ടം ആഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സെയിം കളറിലേക്ക് തന്നെ ഷോളും വരുന്നു. നെറ്റാണ് ഫാബ്രിക് വരുന്നത്. ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ചെയ്ത് നെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ വരുന്ന ഷോള്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്കാണ്. ഡാർക്ക് ഗ്രേ കളർ ഷെയ്ഡിലേക്ക് വരുന്നു. നല്ലൊരു ബ്ലൂ കളറാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത്. ഇതുപോലെ നല്ല ഫിനിഷിംഗിൽ ചെയ്തേക്കുന്ന എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ. ഡെയിലി വെയർ ആയിട്ട് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബോട്ടം ഷോളും വരുന്നത് ആ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് തന്നെ. എങ്ങനെ ഷോൾ വരുന്നത് നെറ്റാണ്. ഇതുപോലെ എങ്ങനെയാണ് ഷോൾ വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നതും സെമി സിൽക്ക് തന്നെയാണ് ഫാബ്രിക്. ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇത്രയും ഹെവി ആയിട്ട് തന്നെ ത്രെഡിന്റെ ഒരു എംബ്രോയിഡറി വർക്ക് യോക്കിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെയാണ്. ഇതാണ് ഷോള് വരുന്നത്. സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ആ ഒരു ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ ഷോളിൽ മാടി ചെയ്തിട്ടുണ്ട്. കോട്ടൺ ഫാബ്രിക്കിലാണ് ബോട്ടം വരുന്നത്. ഇതുപോലെ നമുക്ക് അടുത്തത് നോക്കാം.
നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്ക് തന്നെയാണ് ഫാബ്രിക് വരുന്നത്. നല്ലൊരു മെറൂൺ ഷെയ്ഡിലേക്ക് വരുന്നു. സെൽഫായിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് യോക്കിൽ വരുന്നു. കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് കൊടുക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ്. സെയിം ടോണിലേക്ക് തന്നെ ഇതുപോലെ. ഷോൾ വരുന്നത് ഇങ്ങനെ യോക്കിൽ വരുന്ന ആ ഒരു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഒരു ബ്ലൂ ഷെയ്ഡിൽ അത് തന്നെയാണ് നമുക്ക് ഷോളിലും ബോർഡർ ആയിട്ട് കൊടുക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ബോർഡറാണ്. സെൽഫായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ഷോളിന്റെ ബോഡിയിലും കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത നോക്കാം. നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ്. നല്ലൊരു ആഷിന്ന് ഗ്രേയിലേക്ക് പോകുന്ന അതിന്റെ ഇടയ്ക്കുള്ള അല്ലെങ്കിൽ രണ്ടും കൂടെ ബ്ലെൻഡ് ആവുന്ന ഒരു കളർ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് ആയിട്ടൊരു കളർ പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് യോക്കിൽ ഇതുപോലെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷോൾഡറിലേക്ക് കയറി വരുന്ന വർക്കാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള പിങ്ക് ആൻഡ് പീച്ച് കളർ, പിങ്കിന്റെ തന്നെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് നമുക്ക് പറയാം. ആ ഒരു ഷെയ്ഡിലേക്കാണ് അത് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെ നല്ല ഭംഗിയായിട്ടൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഡാർക്കർ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള സെറ്റാണ്. ഡെയിലി വെയറിന് നല്ലതാണ്. സ്കാറ്റഡ് ആയിട്ട് ഇതുപോലെ ആ ഒരു ഫ്ലവറിന്റെ കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തതാണ് കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഒരു പർപ്പിളിനൊക്കെ ബ്ലെൻഡ് ആവുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഇതിനൊരു സെൽഫായിട്ട് തന്നെ ഒരു വർക്ക് യോക്കിൽ വരുന്നുണ്ട്. അത് മിഡിൽ പോർഷനിൽ വിത്ത് സ്വീക്കൻസ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ബോർഡറിലേക്ക് വരുമ്പോൾ ആ ഒരു ലാവൻഡറിന്റെ ഒരു ബ്ലാക്ക് കളറിന്റെയും കോമ്പിനേഷനിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിന്റെ ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ തന്നെയാണ്, ബ്ലാക്കിൽ തന്നെയാണ് അതിന്റെ ബോട്ടം വരുന്നത്, ഷോളും വരുന്നത്. കാരണം ഇതിനകത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഷോള് വരുന്നത് നെറ്റ് ആണ്. ഫാബ്രിക് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ അവൈലബിൾ ആയിട്ട് കാണുന്നത് ഇതിനൊക്കെ എല്ലാം ഒറിജിനൽ പ്രൈസ് ആയിരിക്കും. അതിന് 25% കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി, എമൗണ്ടിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കേട്ടോ. നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ DC സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോഡ് നമ്പർ ഉണ്ടാവും. ആ ഒരു കോഡ് നമ്പർ ഒന്ന് വാട്സപ്പ് ചെയ്താലും മതി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.